നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോതമംഗലത്തെ ബാറിലുണ്ടായ വധശ്രമ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. വേനലിൽ ശരീരത്തിനും മനസ്സിനും കുളിരാകാൻ കരിമ്പിൻ ജ്യൂസ് കടകൾ സജീവം. രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വാർഡ് കൗൺസിലർ ജിനു മടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. IMA കൊച്ചിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100-ലധികം പേർ പങ്കെടുത്ത രക്തദാതാക്കളായി. കൃഷിയിടമൊരുക്കി നീടമ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ. മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന പുതുതലമുറയാണ് നീടമ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും വളർന്നു വരുന്നത്. പഠനത്തോടൊപ്പം തന്നെ വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും നട്ടുവളർത്താൻ ഈ വിദ്യാർത്ഥികൾ സമയം കണ്ടെത്താറുണ്ട്. അധ്യാപിക മേഴ്സി ജോർജിനൊപ്പമാണ് കുരുന്നുകൾ കൃഷിയിടത്തിലെത്തുന്നത്. വധശ്രമ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കോതമംഗലത്തെ ബാറിലുണ്ടായ വധശ്രമ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. നെല്ലിക്കുഴി സ്വദേശി കുമ്മത്തുകുടി നാദർഷയെയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിലടച്ചത്. കഴിഞ്ഞ മാസം കോതമംഗലം പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കാർണിവൽ സ്റ്റാളിനുള്ള സ്ഥലം ലേലം ചെയ്യുന്നതുമായുള്ള തർക്കത്തെ തുടർന്ന് കോതമംഗലത്തുള്ള ബാറിൽ മറ്റൊരു സംഘവുമായി ഏറ്റുമുട്ടിയിരുന്നു. ഇതിൽ കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് നടപടി. പാതയോരങ്ങളിൽ കരിമ്പിൻ ജ്യൂസുകൾ സജീവം. വേനലിൽ ശരീരത്തിനും മനസ്സിനും കുളിരേക്കാൻ പാതയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് കടകൾ. ദിനം പ്രതി ഉയർന്നുവരുന്ന ചൂടിനെ പ്രതിരോധിക്കുന്നതിനായി നിരത്തുകളിൽ പലവിധ ശീതളപാനീയ കടകൾ നിറയുമ്പോൾ ഇവരിൽ താരമാകുകയാണ് കരിമ്പിൻ ജ്യൂസ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരുവമൂഴി ഊരമനയിലും മൂവാറ്റുപുഴ തൊടുപുഴ ദേശീയപാതയിൽ ആവോലി ആനിക്കാട് വാളകം എന്നിവിടങ്ങളിൽ ഇതര സംസ്ഥാനക്കാരുടെ അടക്കം കരിമ്പിൻ ജ്യൂസ് കടകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ചികിത്സാ സഹായ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. ദേവമാത ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ നിർധനർക്കുള്ള ചികിത്സാ സഹായ കൂപ്പൺ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങേട്ട് നറുക്കെടുത്തു. നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയ 6 വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.